കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. കമ്മ്യൂണിറ്റിക്ക് മുൻഗണന നൽകുന്ന കാനഡയുടെ ഏറ്റവും പുതിയ കുടിയേറ്റ പദ്ധതിയായ RCIP, അതായത് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ്, ഇപ്പോൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. ഈ പദ്ധതി ആരംഭിക്കുന്ന അവസാനത്തെ കമ്മ്യൂണിറ്റിയായി സസ്കാച്ചവാനിലെ മൂസ് ജോ നഗരം കൂടി ചേർന്നതോടെ കാനഡയിലെ ഗ്രാമീണ മേഖലകളിൽ ഒരുപാട് തൊഴിലവസരങ്ങളുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. 33,500 ആളുകൾ താമസിക്കുന്ന ഈ നഗരം അവരുടെ RCIP പദ്ധതിക്കായി ഏതൊക്കെ മേഖലകളാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്? വിദേശ തൊഴിലാളികൾക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ഇത് എങ്ങനെ ഒരു എളുപ്പ വഴിയാകുന്നു? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം എന്താണ് RCIP എന്ന് നോക്കാം. 2025 ജനുവരിയിൽ ആരംഭിച്ച ഈ പദ്ധതി തൊഴിലുടമകൾക്ക് മുൻഗണന നൽകുന്ന ഒരു യുണീക്കായ കുടിയേറ്റ പ്രോഗ്രാമാണ്. മുൻപുണ്ടായിരുന്ന RNIPക്ക് പകരമായി RCIP വന്നത്. സാധാരണ പോയിന്റ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് RCIP വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് കാനഡയിലെ ഒരു അംഗീകൃത തൊഴിലുടമയിൽ നിന്ന് സ്ഥിരമായ ഒരു ജോലി വാഗ്ദാനം ലഭിക്കണം. തുടർന്ന് കമ്മ്യൂണിറ്റിയുടെ ശുപാർശ നേടണം. എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ IRCCയിൽ സമർപ്പിക്കാം. നിലവിൽ 6 പ്രവിശ്യകളിലായി 14 കമ്മ്യൂണിറ്റികളിൽ ഈ പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. മോസ്ജോ കൂടി വരുന്നതോടെ ഈ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുകയാണ്. മോസ്ജോ നഗരം അവരുടെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ വേണ്ടി 5 പ്രധാന സാമ്പത്തിക മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മേഖലകളിലെ ജോലികൾക്കാണ് ഇവിടെ മുൻഗണന. ബിസിനസ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിംഗ് ടെക്നീഷ്യന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ തുടങ്ങിയ ജോലികൾ. മറ്റൊന്ന് സെയിൽസ് ആൻഡ് സർവീസസ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകൾ ഇതിലുൾപ്പെടും. ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, കാർപ്പൻ്റർമാർ, വെൽഡർമാർ, ഹെവി ഡ്യൂട്ടി മെക്കാനിക്സ് പോലുള്ള ജോലികൾക്ക് ഇവിടെ വലിയ ഡിമാൻഡാണ്. മാനുഫാക്ചറിംഗ് ആൻഡ് യൂട്ടിലിറ്റീസ്, വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്ന ജോലികൾ. വിദ്യാഭ്യാസം, നിയമം, സാമൂഹിക സർക്കാർ സേവനങ്ങൾ, കമ്മ്യൂണിറ്റി സേവന പ്രവർത്തകർ, പരിചരിക്കുന്നവർ തുടങ്ങിയ ജോലികളും ഈ ലിസ്റ്റിലുണ്ട്. ആകെ 25 പ്രത്യേക ജോലികൾക്ക് മൂസ്ജോ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ ജോലികളിൽ പരിചയമുള്ളവർക്ക് ഇത് സുവർണ അവസരമാണ്. എന്നാൽ ഈ പദ്ധതിയിൽ ചില പ്രധാന നിയന്ത്രണങ്ങളുണ്ട്. ഒഴിവാക്കിയ ബിസിനസ്സുകൾ, ഗ്യാസ് സ്റ്റേഷനുകൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ, IT അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് കമ്പനികൾ എന്നിവയ്ക്ക് പങ്കെടുക്കാൻ കഴിയില്ല. പരിമിത പങ്കാളിത്തമാണിത്. ഫുഡ് സർവീസ് സ്ഥാപനങ്ങൾ, ചെറിയ ട്രാൻസ്പോർട്ട് കമ്പനികൾ എന്നിവയ്ക്ക് 1 വർഷത്തിൽ ഒരു ശുപാർശ മാത്രമേ ലഭിക്കൂ. Tier 5 നിയന്ത്രണം, കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾക്ക് വാർഷിക പരിധി 25% നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ പദ്ധതിയുടെ വിശ്വാസ്യത ഉറപ്പാക്കാനും യഥാർത്ഥ തൊഴിൽക്ഷമമുള്ള മേഖലകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ്. ഈ പദ്ധതിയെ അപേക്ഷിക്കാൻ ഫെഡറൽ തലത്തിലും കമ്മ്യൂണിറ്റി തലത്തിലും ചില യോഗ്യതകൾ പാലിക്കണം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 1 വർഷത്തെ പ്രസക്തി ജോലി പരിചയം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 1 വർഷത്തെ ജോലി പരിചയം ആവശ്യമാണ്. അതായത് 1560 മണിക്കൂർ. കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമയോ തത്തുല്യമായ ECA, അതായത് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റുള്ള വിദേശ യോഗ്യതയോ വേണം. ജോലിയുടെ വൈദ്യുത നിലവാരം അനുസരിച്ച് CLB 4 മുതൽ 6 വരെ ഭാഷാ പ്രാവീണ്യം ആവശ്യമാണ്. മൂസ്ജോയിലെ അംഗീകൃത തൊഴിലുടമയിൽ നിന്ന് സ്ഥിരമായ അല്ലെങ്കിൽ മുഴുവൻ സമയ ജോലി വാഗ്ദാനം ലഭിച്ചിരിക്കണം. മൂസ്ജോയുടെ RCIP പദ്ധതിയുടെ തുടക്കം കാനഡയിലെ ഗ്രാമീണ കുടിയേറ്റ പദ്ധതികൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. തൊഴിലുടമകൾക്ക് മുൻഗണന നൽകുന്ന ഈ മാതൃക വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ഒരു സുതാര്യവും എളുപ്പവുമായ വഴിയാണ് തുറക്കുന്നത്. നിങ്ങൾ കാനഡയിൽ ജോലി തേടുകയാണെങ്കിൽ ഈ 25 മുൻഗണനാ ജോലികൾ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് മൂസ്ജോയിലെ തൊഴിലുടമകളെ സമീപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് മൂസ്ജോ ആൻഡ് ഡിസ്ട്രിക്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക.